സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പ്രസ്ഥാനം ലോകത്ത് നിലനിൽക്കണം എന്ന ആവശ്യം ബോധ്യപ്പെടാതിരിക്കുകയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ജീവിച്ച് കാണിച്ചു തന്ന വഴി, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹ്ലുസുന്നത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അനുഷ്ഠിക്കുന്നവർ, അതാണ് അഹ്ലുസുന്നത്ത്. വൽ ജമാഅ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരാകുന്ന സംഘം. ആ സംഘം ഇവിടെ കാണിച്ചു തന്നത് അതാണല്ലോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه والذين اتبعوا القرآن والسنة رضي الله عنهم എന്ന് അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്ത് നമ്മൾ ഖുർആനിൽ കാണുന്നില്ല. والذين اتبعوا القرآن والسنة رضي الله عنهم എന്നായിരുന്നു പറയേണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നിപ്പോകും. ഖുർആനിനെ പിന്തുടരണം എന്ന് പറയുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അതേ സമയത്ത് വല്ലദീന തബഉൽ ഖുർആന വസ്സുന്നത റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലില്ല. അതേ സമയത്ത് ഖുർആനിലുള്ളത് വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്നാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, പ്രമാണം മാത്രമല്ല പ്രാമാണികരും അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെടേണ്ടവരാകുന്നു എന്നാണ്. പ്രമാണങ്ങളെ മാത്രമല്ല ആധാരമാക്കേണ്ടത്, പ്രമാണങ്ങളെ ആധാരമാക്കേണ്ടത് പ്രാമാണികർ മുഖേനയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ബിദ്അഈ ആശയക്കാർ പറയാറുള്ളത് ഖുർആനും സുന്നത്തും എന്നാണ്. അതേ നമ്മളും പറയുന്നത് ഖുർആനും സുന്നത്തും തന്നെയാണ് പ്രമാണം. ഖുർആനും സുന്നത്ത് പ്രമാണമല്ല എന്ന് സുന്നികളാരും പറയില്ല. അതേ സമയത്ത് ഖുർആനും സുന്നത്തും പ്രാമാണികരായ സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ പരമ്പരാഗതമായി അംഗീകരിക്കപ്പെടാവുന്ന വിധത്തിലുള്ള പണ്ഡിതന്മാരുടെ പരമ്പര വഴി ഇവിടെ നിലനിന്ന് വരുന്ന രീതിയിൽ തന്നെ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് വിദഅത്തുകാരും നമ്മളും തമ്മിൽ വേർപിരിയുന്നത്. വിദഅത്തുകാരെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ് തുടങ്ങി ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവരെല്ലാവരും യഥാർത്ഥത്തിൽ പ്രാമാണികരെ കൈവിട്ട് കേവലം പ്രമാണം എന്ന് മാത്രം പറയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുർആനും സുന്നത്തും പിന്തുടർന്ന് ജീവിക്കണം എന്ന് തന്നെയാണ്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണം എന്ന് പറയുന്നതിൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കണം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ അത് എങ്ങനെ, ഏത് രൂപത്തിൽ, ഏത് മാർഗത്തിൽ അത് അംഗീകരിക്കണം എന്ന് അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ച് തരികയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് സ്വഹാബിമാർ, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വഹാബിമാരെല്ലാവരും ഖുർആൻ മുഴുവനും ഹൃദ്യസ്ഥമാക്കിയ ഹാഫിളീങ്ങളായതുകൊണ്ടോ അല്ലെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ വലിയ വലിയ പണ്ഡിതന്മാരായതുകൊണ്ടോ അല്ല സ്വഹാബിമാർ പ്രാമാണികരായി തീർന്നിട്ടുള്ളത്. സ്വഹാബിമാരിൽ വലിയ പണ്ഡിതന്മാരുണ്ട്, സ്വഹാബിമാരിൽ വലിയ മുജ്തഹിദുകളായ, ഇജ്തിഹാദിന് കഴിവുള്ള വലിയ പ്രമുഖരായ പണ്ഡിതന്മാർ സ്വഹാബിമാരിൽ കൂട്ടത്തിൽ തന്നെ ധാരാളം ഉണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരുപാട് സ്വഹാബിമാരിലെ പ്രമുഖരായ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ആ സ്വഹാബിമാരിൽ സാധാരണക്കാരായ ആളുകളുമുണ്ട്. വെറും സാധാരണക്കാരായ കേവലം കൂലിവേലയും കാർഷിക വൃത്തിയും അതുപോലെയുള്ള കാലികളമേച്ചുമൊക്കെ ജീവിച്ചിരുന്ന കേവലം സാധാരണക്കാരായ മനുഷ്യന്മാർ എന്ന് പറയുമ്പോൾ അവർ വലിയ തികഞ്ഞ പണ്ഡിതന്മാരല്ല, അവർ ഖുർആൻ പൂർണ്ണമായും ഹൃദ്യസ്ഥമാക്കിയവരല്ല. എങ്കിൽ പോലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ടവരാകുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നേരിൽ ഒരുമിച്ച് കൂടാൻ അവർക്ക് ഭാഗ്യം കിട്ടിയവരാകുന്നു എന്നതാണ് സ്വഹാബിമാർ ഒന്നാമത്തെ പ്രമാണത്തെ പിന്തുടരുന്നവർ മാതൃകയാക്കേണ്ടുന്ന ഒന്നാമത്തെ വിഭാഗമായി സ്വഹാബത്ത് മാറിയത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഖുർആനും സുന്നത്തും ഇവിടെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രസ്സിൽ നിന്ന് പോയി ബുഖാരി വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ സ്വഹാബത്ത് മുഴുവനും വാങ്ങാൻ കിട്ടും, പരിശുദ്ധ ഖുർആൻ മുസാഹിബ് നമുക്ക് വാങ്ങാൻ കിട്ടും. ആ പ്രമാണം നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്. പക്ഷേ ആ പ്രമാണം അംഗീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവരുടെ പിൻഗാമികളും ഏത് നിലയിലാണ് അതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുള്ളത്, സ്വഹാബിമാർ എങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അതുപോലെ സ്വഹാബിമാർ എങ്ങനെയാണ് ഹദീസുകൾക്ക് വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ എപ്രകാരമാണ് സ്വഹാബത്ത് നടപ്പിലാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ കേവലം പ്രമാണങ്ങളെ മാത്രമല്ല, പ്രമാണങ്ങളെ ഇവിടെ നടപ്പിലാക്കി കാണിച്ചു തന്ന സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മുൻഗാമികളായ അയിമ്മത്ത് മുജ്തഹിദുകളുടെയും എല്ലാം വഴികളെ കൂടി പിന്തുടരണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് പാത്രീഭൂതരാവുകയുള്ളൂ എന്നാണ് വല്ലദീന തബഊഹും എന്ന് പറഞ്ഞതിൽ നിന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. പ്രമാണം മാത്രമല്ല, പ്രാമാണികരെ കൂടി ഉൾക്കൊള്ളണം. അത് പറയുന്നത് എന്താണ് പറഞ്ഞതിന്റെ താല്പര്യം? ഇവിടെ ഖുർആൻ സുന്നത്ത് എന്ന് പറയാൻ ധാരാളം ആളുകളുണ്ടാകും, ഖുർആൻ ധാരാളം ആളുകൾ ഓതും. ഇവിടെ മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ധാരാളമായി ഖുർആൻ ഓതി അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടി ഖുർആൻ ഓതാറുണ്ട്. ക്രിസ്ത്യാനികളുടെ മിഷനറി പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ ഖുർആൻ വളച്ചൊടിച്ച്, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളെ വളച്ചൊടിച്ച് അവർക്ക് അനുകൂലമാക്കി അവര് ഖുർആൻ ഇവിടെ ഓതിക്കൊണ്ടാണ് പലപ്പോഴും ക്രിസ്ത്യാനികൾ പ്രസംഗിക്കാറുള്ളത്. ചേകനൂർ മൗലവിയും അദ്ദേഹത്തിന്റെ വാദം കേവലം 3 വക്തേ നിസ്കാരമുണ്ടായിരുന്നുള്ളൂ എന്നാണ്. ആ 3 വക്തേ നിസ്കാരമുള്ളൂ എന്നതിന് അദ്ദേഹം ഓതിയിരുന്നത് ആയത്തായിരുന്നു. പക്ഷേ ആ ആയത്ത് കൊണ്ട് തന്നെ 5 വക്ത് നിസ്കാരമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ സമർത്ഥിക്കുകയും അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും പഴമക്കാരായ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹവും ഓതിയിരുന്നത്, അഥവാ ചേകനൂർ മൗലവിയും ഓതിയിരുന്നത് ഖുർആനായിരുന്നു. അയാളും ഖുർആനായിരുന്നു. അദ്ദേഹത്തിന്റെ സംഘത്തിന്റെ പേര് തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ് സംഘത്തിന്റെ പേര് തന്നെ. അങ്ങനെ ഖുർആനും സുന്നത്തുമാണ് അവരും അദ്ദേഹവും പറഞ്ഞിരുന്നത്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഇരുമ്പൂഴിയിലുണ്ട് ഒരു മൊയ്തീൻ എന്ന് പറയുന്ന ഒരു കാക്ക. അയാൾ ഖുർആനിന്റെ സ്വന്തം ആളാണ്, വേറെ ഒന്നും അയാൾ അംഗീകരിക്കൂല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് അയച്ചു തരാറുണ്ട്. ഞാനത് വായിച്ചു നോക്കാറില്ല, കിട്ടിയ വാടെ നേരെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാറാണുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിലക്ക് ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പലരുമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഖുർആനിന്റെ പുതിയ വ്യാഖ്യാനങ്ങളുമായി, പുതിയ വിശദീകരണങ്ങളുമായി ആളുകൾ വരുമ്പോൾ അതൊന്നും നമ്മൾ സ്വീകരിച്ചുകൂടെന്നും, പൂർവികരായ ആളുകൾ സ്വഹാബത്ത് മുതൽ താബീങ്ങൾ മുതൽ മുൻഗാമികൾ എങ്ങനെയാണോ ഖുർആനിന് വ്യാഖ്യാനം പറഞ്ഞത്, അവരെങ്ങനെയാണോ നമുക്ക് മാതൃക കാണിച്ചു തന്നത്, അതേ നിലയിലെ അംഗീകരിക്കാൻ പാടുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ കൊണ്ട് നിസ്കാരം 3 വക്തേ ഉള്ളൂ എന്ന് ചേകനൂര് വാദിക്കുമ്പോൾ ഖുർആൻ കൊണ്ട് എങ്ങനെയാണല്ലോ മനസ്സിലാകുന്നത് എന്ന് പറയുന്നതിന് പകരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടുള്ള, നിബിതങ്ങളിൽ നിസ്കാരം മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാബിമാരാണല്ലോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്നത്. ആ സ്വഹാബിമാരാണല്ലോ കേരളത്തിലും ഇസ്ലാം കൊണ്ടുവന്നത്. അവരിവിടെ 5 വക്ത് നിസ്കാരമാണല്ലോ കാണിച്ചു തന്നിട്ടുള്ളത്. അവരുടെ പിൻഗാമികൾ 5 വക്താണല്ലോ നിസ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇന്നും മുസ്ലിമീങ്ങൾ 5 വക്താണല്ലോ നിസ്കരിച്ചു പോരുന്നത്. അത് പരമ്പരാഗത ചെയ്തു പോരുന്ന കാര്യമാണല്ലോ. ഒരു പക്ഷേ ഖുർആൻ എടുത്തു വെച്ച് ബാഹ്യാർത്ഥ പ്രകാരം ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കിയാൽ, ഒരുപക്ഷെ ഖുർആനിൽ നിന്ന് കേവലം 3 വക്തേ നിസ്കാരമുള്ളൂ എന്ന് ഒരാൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് വെച്ച് അയാൾ നിസ്കരിക്കാൻ പറ്റുകയില്ല. കാരണം ഇവിടെ സ്വഹാബത്ത് മുതൽ താബീങ്ങൾ മുതൽ എല്ലാവരും 5 വക്ത് നിസ്കരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിശ്ചയിച്ചുകൊണ്ടാണ് ഇവിടെ നിസ്കാരം ഉള്ളത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ പറഞ്ഞത് ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്ന് പറയുന്ന 5 വക്താണ് എന്ന് ഖുർആനിൽ എവിടെയും നമ്മൾ കാണുന്നില്ല.
5 വഖ്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ ഈ 5 വഖ്തിന്റെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സമയത്തും നിസ്കരിച്ച നിസ്കാരത്തിന്റെ പേരുകളും അതിന്റെ സമയങ്ങളും എല്ലാം മഹാന്മാരായ സ്വഹാബത്താണ് നമുക്ക് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. എങ്കിൽ ആ സ്വഹാബത്തിനെയും അവരെ പിന്തുടർന്ന താബിഈങ്ങളെയും പിന്തുടർന്നു കൊണ്ടല്ലാതെ, അഥവാ പരമ്പരാഗതമായ മാർഗത്തെ അനുധാവനം ചെയ്തുകൊണ്ടല്ലാതെ പരിശുദ്ധ ഖുർആനോ സുന്നത്തോ മനസ്സിലാക്കാൻ യാതൊരു വഴിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സുന്നികളല്ലാത്ത മറ്റെല്ലാവർക്കും സംഭവിച്ച അബദ്ധം, അവർ കേവലം പ്രമാണമെന്ന് പറഞ്ഞു. പ്രമാണത്തെ തന്നെ അവർ സമീപിക്കേണ്ട വിധത്തിൽ സമീപിച്ചില്ല, മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയില്ല. പ്രമാണത്തെ ഉൾക്കൊള്ളുന്നതോടൊപ്പം പ്രമാണത്തെ ഇവിടെ കാണിച്ചു തന്ന, അവതരിപ്പിച്ചു തന്ന, അതിനിവിടെ നമുക്ക് മാതൃക കാണിച്ചു തന്ന, അതിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്ന മുൻഗാമികളെ അവർ കൈവടിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. നമുക്കൊരിക്കലും ആ അബദ്ധം സംഭവിച്ചുകൂടാ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പരമ്പരാഗതമാണ് എന്ന് നമ്മൾ പറയുന്നത്. ആ പരമ്പരാഗതമായ ദീന് അതിവിടെ 921 വരെ യാതൊരു നിലയിലും ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്നിട്ടുള്ളതാണ്. ഒരു വിമർശനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. വിശ്വാസ രംഗത്ത് പ്രശ്നങ്ങളില്ല, ആചാര അനുഷ്ഠാന രംഗത്ത് പ്രശ്നങ്ങളില്ല. സംഘടനകളും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി പിരിഞ്ഞ് പരസ്പരം തേജോവധം ചെയ്യുന്ന, തെരുവ് മലീമസമാക്കുന്ന വാഗ്വാദങ്ങളൊന്നും മുസ്ലിമീങ്ങൾക്കിടയിൽ 921 വരെ ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. പിന്നെ ആരാണിത് കുഴപ്പം സൃഷ്ടിച്ചത്? ആരാണ് പിന്നീട് ഇവിടെ കുഴപ്പം സൃഷ്ടിച്ചത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവിടെ എല്ലാ ബിദഈ കക്ഷികളും രംഗത്ത് വന്നിട്ടുള്ളത്. ഏറ്റവും ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്ത് വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ, അഥവാ അവർ ഏറ്റവും ആദ്യത്തെ ബിദഈ ഗ്രൂപ്പാണ്. ഏറ്റവും ആദ്യത്തെ ബിദഈ ഗ്രൂപ്പ് അവർ വാദിച്ചത് പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് സക്കാത്ത് മുഹമ്മദ് നബിക്ക് മാത്രമേ വാങ്ങാൻ അധികാരമുള്ളൂ. മുഹമ്മദ് നബി തങ്ങൾ വഫാത്തായ സ്ഥിതിക്ക് ഇനി സക്കാത്ത് വാങ്ങാൻ, അത് പിരിച്ചെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. കാരണം ഖുർആൻ എങ്ങനെയാണ് പറയുന്നത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും, ഓ നബിയെ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് സക്കാത്ത് പിരിക്കുക, നിങ്ങൾ സക്കാത്ത് വാങ്ങുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് നബിക്കല്ലാതെ വേറെ ഒരാൾക്കും സക്കാത്ത് പിരിച്ചെടുക്കാൻ അവകാശമില്ല എന്നാണ് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെതിരെ ഇറങ്ങിയ ബിദഈ കക്ഷികൾ വാദിച്ചത്. അവർ ഓതിയത് ഖുർആൻ തന്നെയാണ്, അവരോതിയതും ഖുർആൻ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെയാണ് പിന്നീട് വിഭാഗം രംഗത്ത് വരുന്നത്, ഖവാരിജികൾ എന്ന് പറയുന്ന വിഭാഗം. അവർ ഓതിയത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ വിധി പറയാൻ അധികാരമില്ല, അതുകൊണ്ട് വേറെ ഒരാളുടെയും വിധി ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് ഖുർആൻ ഓതി പറഞ്ഞുകൊണ്ടാണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബിദഈ സംഘടനകൾ രംഗത്ത് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഏത് കാലഘട്ടത്തിൽ വന്നവരായാലും അവരെല്ലാം സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവര് രൂപപ്പെട്ടത് ഈ അങ്ങ് നജിദിലും പിന്നീട് അത് വളർന്നത് ഈജിപ്തിലൂടെയുമാണ് എന്ന ചരിത്രം എല്ലാവർക്കും അറിയാം. വഹാബി പ്രസ്ഥാനം എന്ന പ്രസ്ഥാനം, അതിന്റെ ആവിർഭാവം ഉണ്ടായത് സൗദി അറേബ്യയുടെ ഇന്നത്തെ തലസ്ഥാനമായ നജിദിലാണ്. അഥവാ ഇന്നത്തെ തലസ്ഥാനം റിയാദാണെങ്കിൽ അന്നത്തെ നജിദാണത്. ആ നജിദിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ വഫീ സാഇനാ വഫീ മുദ്ദിനാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തപ്പോ സ്വഹാബാക്കൾ ചിലർ പറഞ്ഞു, ഓ നബിയേ വഫീ നജിദിനാ യാ റസൂലല്ലാഹ്, ഓ നബിയെ ഞങ്ങളുടെ ഈ നജിദിലും ബറക്കത്തുണ്ടാകണം എന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ അത് കേട്ട ഭാവം നടിക്കാതെ വീണ്ടും യമനിനും ഷാമിനും വേണ്ടി, അതുപോലെ സാഇനും മുദ്ദിനും ഒക്കെ വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു. 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ വീണ്ടും സഹാബിമാർ വഫീ നജിദിന എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നജിദിന് വേണ്ടി തൽക്കാലം ഞാൻ ദുആ ചെയ്യുന്നില്ല, നജിദിന് വേണ്ടി ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ഭാവിയിൽ പിശാചിന്റെ കൊമ്പ് മുളക്കുന്ന സ്ഥലമാണ്, ഭാവിയിൽ പിശാചിന്റെ കൊമ്പ് മുളക്കുന്ന സ്ഥലമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ നജിദിന് വേണ്ടി ദുആ ചെയ്യാതെ വിട്ടുനിന്നു എങ്കിൽ
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് വഹാബിസം ഒരു വലിയ തീവ്രവാദ സംഘടനയായി, ഒരു ഭീകരവാദ സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഭീകരവാദ സംഘടനയായ വഹാബിസം രൂപം കൊണ്ടത് നജ്ദിലാണ്. ആ വഹാബിസമാണ് പിന്നീട് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലും, അതല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പേരിലും, അതല്ലെങ്കിൽ ബ്രദർഹുഡ് എന്ന പേരിലും ഒക്കെ രൂപം പ്രാപിച്ച് ഇപ്പോൾ ഈജിപ്തിലും മറ്റുമൊക്കെ ധാരാളം കലാപങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വഹാബികൾ ചെയ്തത് സൗദി അറേബ്യയിലെ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഹത്തുക്കളുടെയും ഖബറുകളും ജാറങ്ങളും എല്ലാം തല്ലിപ്പൊളിക്കലായിരുന്നു. ആദ്യകാലത്ത് വഹാബികൾ ചെയ്ത പണി എല്ലാവർക്കും അറിയാവുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ ആ പച്ച കുബ്ബ പോലും പൊളിച്ചു കളയാൻ അവർ ആഗ്രഹിച്ചതായിരുന്നു. എന്നാൽ ജന്നത്തുൽ ബഖീയിലും ജന്നത്തുൽ മുഅല്ലയിലും ഒക്കെ ഉണ്ടായിരുന്ന മഹാന്മാരുടെ ജാറങ്ങൾ മുഴുവനും വഹാബിസം തകർത്ത് കളഞ്ഞു. ആ ചരിത്രം എല്ലാവർക്കും അറിയാം. പരിശുദ്ധമായ കഅബാലയം പോലും കൊള്ളയടിച്ചവരാണ് വഹാബി പ്രസ്ഥാനം. കഅബാലയത്തെ കൊള്ളയടിച്ചവരാണ്. ഞാൻ എന്റെ വക പറയുന്നതല്ല. ഈ മൊയ്ദ് മൗലവി എഴുതി വെച്ച ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 1803 മുഹറം മാസം 8-ാം തീയതി, ഏപ്രിൽ മാസം 3-ാം തീയതി ഈ നജിദി സേന, വഹാബി സേന ഹറമിൽ പ്രവേശിച്ച് ആ ത്വായിഫ് വഴി കടന്നു വന്ന് ആയിരക്കണക്കിന് ആളുകളെ കൊന്ന്, മുസ്ലിമീങ്ങളെ കൊന്ന്, അവിടെ ഉണ്ടായിരുന്ന സുന്നി ഭരണാധികാരി ആലിബ് ഷരീഫിനെ ആട്ടിയോടിച്ച് കഅബയുടെയും ഹറമിന്റെയും ഭരണം അവർ പിടിച്ചടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്തുകൊണ്ട് അവിടെ തേർവാഴ്ച നടത്തി. അവസാനം കഅബയെ അവർ കയ്യിൽ ഒതുക്കി എന്ന് മാത്രമല്ല, കഅബത്തിങ്കിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് സത്യവിശ്വാസികൾ നേർച്ചയാക്കി നൽകുന്ന, ഹദിയാക്കി നൽകുന്ന കോടിക്കണക്കിന് ദീനാറിന്റെയും ദിർഹമിന്റെയും സ്വത്തുക്കൾ അടക്കം ചെയ്തിരുന്ന ഭണ്ഡാരം അവര് തല്ലിപ്പൊളിച്ചെടുത്ത് അത് വഹാബി സേന അഥവാ ISMന്റെ പ്രവർത്തകന്മാർ ഓഹരി വെച്ചെടുത്തു എന്നാണ് യഥാർത്ഥത്തിൽ അന്നത്തെ സംഭവത്തെക്കുറിച്ച് ഈ മൊയ്ദ് മൗലവി എഴുതിയിട്ടുള്ളത്. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? അങ്ങനെ കഅബത്തിനെതിരെ കൊള്ള നടത്തിയവരാണ് വഹാബി പ്രസ്ഥാനമെങ്കിൽ, ജാറങ്ങളും മക്ബറകളും തല്ലിപ്പൊളിച്ചവരാണ് അവരെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ യാതൊരു കാരണവുമില്ലാതെ കൊന്നൊടുക്കിയവരാണ് അവരെന്ന് അവര് തന്നെ എഴുതി വെക്കുന്നു. വഖദ് അർസല ഇലൽ ഇറാഖി ഖുവ്വതൻ അസ്കരിയതൻ ഫഹാജമത് കർബല വഖതലത് കസീറൻ മിൻ അഹ്ലിഹാ വഹദമത്തിൽ ഖുവ്വത്തിൽ മൗദൂഅത അലാ ഖബ്രി ഹുസൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയുടെ ഖബർ തല്ലിപ്പൊളിച്ചതും 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയതും ആവേശത്തോടുകൂടി എഴുതി വെച്ച വഹാബികൾ, ആ വഹാബികൾ പിന്നീട് ഈജിപ്ത് വഴി, ആ ഈജിപ്തിൽ നിന്ന് ചില പ്രസിദ്ധീകരണങ്ങൾ വഴി നമ്മുടെ കേരളത്തിലേക്ക് എത്തി 921 ശേഷം എന്നതാണല്ലോ ചരിത്രം. ആ ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല. ഐക്യസംഘം എന്ന പേരിലാണ് അവരിവിടെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഐക്യമെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി മുസ്ലിമീങ്ങൾക്ക് വലിയൊരു താല്പര്യമാണ്. കാരണം വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാശത്തെ ഒരുമയോടെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് ഭിന്നിക്കാതെ നിൽക്കാൻ മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഭിന്നിപ്പ് ധാരാളം മുസ്ലിമീങ്ങളിൽ നടക്കുകയും ചെയ്യുന്നു. മുസ്ലിമീങ്ങൾ ഭിന്നിക്കണമെന്ന് താല്പര്യമില്ല എങ്കിൽ പോലും ഭിന്നിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭിന്നിപ്പുകൾ ഉണ്ടാകുമെന്നും റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇരിക്കട്ടെ, ഇങ്ങനെയുള്ള ഭിന്നിപ്പുകൾ വന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നാം സ്വീകരിക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. സമൂഹത്തിൽ, സമുദായത്തിൽ ഭിന്നിപ്പുകൾ വരുമ്പോൾ നിങ്ങൾ എന്റെയും എന്റെ ഖുലഫാഉർ റാഷിദുകളുടെയും ചര്യകളെ മുറുകെ പിടിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വഹാബത്തിനെ മാതൃകയാക്കണം എന്ന്. എന്നാൽ ഈ ബിദ്അത്തുകാരെന്ത് ചെയ്തു? അവർ സ്വഹാബത്തിനെ തള്ളി, ഖുലഫാഉർ റാഷിദീങ്ങളെ തന്നെ തള്ളി എന്നതിൽ സംശയമില്ലല്ലോ. അങ്ങനെ അവർ ഭിന്നിപ്പുമായി രംഗപ്രവേശനം ചെയ്തു. ആ ഭിന്നിപ്പിന്റെ കക്ഷികൾ ഇവിടെ രംഗത്ത് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സ്കൂളുകൾ ഉണ്ടാക്കാനും മദ്രസകൾ ഉണ്ടാക്കാനും ഒക്കെ സമസ്ത തീരുമാനിച്ചത് ബിദ്അഈ പ്രതിരോധത്തിന്റെയും അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ നിലനിൽപ്പിന്റെയും ആവശ്യത്തിന് വേണ്ടിയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ നിലനിർത്താൻ
മദ്രസകൾ വേണം, പള്ളികൾ വേണം, സ്ഥാപനങ്ങൾ വേണം, സ്കൂളുകൾ വേണം, ഭൗതിക സംവിധാനങ്ങൾ വേണം. അതുപോലെ തന്നെ വിദഈ കക്ഷികളെ പ്രതിരോധിക്കാനും ഈ സംവിധാനങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് സമസ്ത ആ സ്ഥാപനങ്ങളിലേക്കൊക്കെ ചിന്തിച്ചതും ഇന്ന് നൂറുകണക്കായ സ്ഥാപനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നടന്നു വരുന്നത്, 10,000-കണക്കായ മദ്രസകൾ നടന്നു വരുന്നത്, 100-കണക്കായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഈ സമസ്തയുടെ നേതൃത്വത്തിലൊക്കെ നടന്നു വരാൻ കാരണം വിദഈ ആശയങ്ങളെ പ്രതിരോധിക്കുവാനും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ഇവിടെ നിലനിർത്തുവാനും വേണ്ടിയാണ്. സമസ്തയുടെ രൂപീകരണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കുക, ബിദ്അത്തിനെ നിരാകരിക്കുക എന്നതാണ്. ബാക്കി അതിന്റെ അനുബന്ധമായ വിഷയങ്ങളെല്ലാം ഈ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ഏതായിരുന്നാലും ആ ലക്ഷ്യത്തിന് വേണ്ടി സമസ്ത ഇവിടെ രൂപം കൊണ്ടുവന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ധാരാളം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ആ കാലത്തെ ഭിന്നിപ്പിന്റെ കക്ഷികൾക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടിയായിരുന്നു വഹാബിസം രൂപീകരിക്കപ്പെട്ടതും അത് പ്രചാരണം നേടിയതും. കേരളത്തിലും ബ്രിട്ടീഷുകാരെ തന്നെയാണ് വഹാബിസത്തെ സഹായിച്ചതും വളർത്തിയതും. ആ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണ്. ആ വഹാബിസത്തിന്റെ അനുയായികൾ പിന്നീട് ഒരു ചെറിയ ഗ്രൂപ്പ് തിരിഞ്ഞാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഉണ്ടായത്. അതായത് വഹാബിസത്തിന്റെ അതേ ആശയം, വഹാബിസത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത് വഹാബി ആശയം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസം മുജാഹിദിന്റെ ആശയം തന്നെയാണ്. വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ഒന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ വിദേഹത്തുകാർക്ക് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ ആ കുഴപ്പങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അതേപോലെ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചുള്ള പിഴച്ച വിശ്വാസം, അഥവാ റസൂലുള്ളാഹി സാധാരണ മനുഷ്യനാണെന്ന വിശ്വാസമാണ് വഹാബിസത്തിനുള്ളതെങ്കിൽ അതേ വിശ്വാസം തന്നെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കും തബ്ലീഗുകാർക്കൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പിഴച്ച വിശ്വാസങ്ങൾ അവരിവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ വിശ്വാസങ്ങളെ നിരാകരിക്കുവാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തനിമയാർന്ന വിശ്വാസ സംഹിതകളെ ഇവിടെ സംരക്ഷിക്കുവാനും വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ധാരാളം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചു. അതിനിടയിലൂടെ പിന്നെ പല കക്ഷികളും ഇവിടെ കടന്നു വന്നു. ത്വരീഖത്തിന്റെ പേരിൽ പലരും കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, ഇപ്പോ ഓരോ കൊല്ലം തോറും പുതിയ പുതിയ ശൈഖന്മാര്, പുതിയ പുതിയ മശായിഖന്മാര്, കുത്തുബുൽ അഖ്താബുകളും കുത്തുബുൽ സമാനുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് പോകുന്നത് അല്ലാഹു അഅലം. നിങ്ങൾ മനസ്സിലാക്കണം, കുറച്ചു കാലം എവിടെയെങ്കിലും ഒരാൾ കാട്ടിൽ പോയി ഇരുന്നാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് ദർഗയിൽ പോയി ഇരുന്നാൽ പിന്നെയാണ് കുത്തുബുൽ അഖ്താബായി കുത്തുബുൽ സമാനായി ഇങ്ങോട്ട് ഇറങ്ങാൻ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രീതിയിൽ കള്ള ശൈഖന്മാരും മറ്റുമൊക്കെ ഇന്നും പല കാലങ്ങളിലും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി വന്ന സമയത്തൊക്കെ സമസ്തയുടെ ആലിമീങ്ങൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും അവരുടെ തെറ്റായ ആശയങ്ങളെയും തെറ്റായ പ്രചരണങ്ങളെയും ചെറുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. നൂരിഷാ ത്വരീഖത്ത് വന്നപ്പോൾ, ഒരൂർ ത്വരീഖത്ത് വന്നപ്പോൾ, ചോറ്റൂർ ത്വരീഖത്ത് വന്നപ്പോൾ, അങ്ങനെ പല ത്വരീഖത്തുകാരും വന്ന് ശംസിയ ത്വരീഖത്ത്, സൂര്യനെ ആരാധിക്കുന്നവരടക്കമുള്ള ത്വരീഖത്തുകാരൊക്കെ വന്നപ്പോൾ ഖബറിന്റെ മുമ്പിൽ, ഷെയ്ഖിന്റെ ഖബറിന്റെ മുമ്പിലും മറ്റുമൊക്കെ സുജൂദ് ചെയ്യുന്ന ത്വരീഖത്തുകാർ വന്നപ്പോൾ, സ്ത്രീകളെ തൊടുന്നതിന് വിരോധമില്ല, സ്ത്രീകളുടെ തലയിൽ കൈവച്ച് ആശീർവദിക്കുന്ന ശൈഖന്മാര് വന്നപ്പോൾ, ഇങ്ങനെ പല രൂപത്തിലുള്ള കള്ളന്മാരും വന്നപ്പോൾ അതിനെതിരെയൊക്കെ സമസ്ത എല്ലാ കാലത്തും ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ആ നിലപാടുമായി സമസ്ത ഇന്നും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഭിന്നിക്കരുത് 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 എന്ന് എല്ലാ നിലയിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭിന്നിപ്പ് വർദ്ധിക്കുകയാണ്. അതായത് ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മുന്നണിയുണ്ട് അല്ലേ? ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നണി ഉണ്ടല്ലോ. ആ മുന്നണിയിൽ നമ്മൾ മാത്രം പങ്കാളികളല്ല. അതായത് ഈ ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദും താജുൽ ഉലമയും നേതൃത്വം കൊടുക്കുന്ന ഈ വിഭാഗം മാത്രം ആ മുന്നണിയിൽ കക്ഷിയല്ല. നമ്മൾ മാത്രമേ അതിൽ കക്ഷിയല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാവരും കക്ഷി ചേർന്നിരിക്കുന്നു ഭിന്നിക്കാതിരിക്കാൻ. ഞാൻ ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭിന്നിപ്പുകളെല്ലാം തന്നെ ഭിന്നിക്കാതിരിക്കാനുണ്ടായ മുന്നണിയിൽ നിന്നല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പില്ലാതിരിക്കാൻ വേണ്ടി നിലനിൽക്കുന്ന മുന്നണികളുണ്ട് ഇവിടെ. ആ മുന്നണികളിലാണ് ധാരാളമായ ഭിന്നിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ AP വിഭാഗത്തിൽ എന്ത് ഭിന്നിപ്പാ ഉണ്ടായത്? ഭിന്നിപ്പുണ്ടാകണമെന്ന് പലരും ആഗ്രഹിച്ചു, ചിലരൊക്കെ അതിന് ശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല, നടക്കുകയുമില്ല. അല്ലേ? ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇടക്കാലത്ത് പലരും ശ്രമിച്ചു നോക്കിയല്ലോ.
ആ ശ്രമിച്ചവൻ എന്തായി ചോദിച്ചാൽ അവൻ ചക്കക്കുരു തെറിക്കുന്നത് പോലെ തെറിച്ച് ഇപ്പോൾ അവൻ ചാണക്കുഴിയിൽ വീണിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവർ, ഈ പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവർ ചെന്ന് ചാടിയിരിക്കുന്നത് വളക്കുഴിയിലാണ് എന്നല്ലാതെ ഈ പ്രസ്ഥാനത്തിനൊന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ആലിമീങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും പരമ ഉസ്താദിനെയും രണ്ട് തട്ടിലാക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമം നടത്തി നോക്കിയല്ലോ. എന്താ ഇവിടെ സംഭവിച്ചത്? അവർ രണ്ടാൾക്കിടയിലുള്ള ബന്ധവും സ്നേഹവും ഒന്നുകൂടി ശക്തിപ്പെട്ടു എന്നല്ലാതെ, അതൊന്നുകൂടി ശക്തമായി എന്നല്ലാതെ എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സംഘടനയിലും ഈ പ്രസ്ഥാനത്തിലും ഒരു ഭിന്നിപ്പും ഉണ്ടാവുന്നില്ല. അതേസമയത്ത് ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുന്നണിയിലാണ് കൂടുതൽ ഭിന്നിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് എത്ര വിഭാഗമായി ഭിന്നിച്ചു? മുജാഹിദ് ഇപ്പോൾ എത്ര വിഭാഗമാണ്? 8, 10, 15 വിഭാഗമായി മുജാഹിദ് മാറിക്കഴിഞ്ഞില്ലേ? ജമാഅത്തെ ഇസ്ലാമി ഉൾപിരിവുകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതുപോലെ തന്നെ സമസ്ത എന്ന പേരിൽ ചേറാരി വിഭാഗം അവരുടെ ഇടയ്ക്കിലുള്ള ഭിന്നിപ്പിനെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അവർ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതൻ ഇന്ന് എവിടെയാ ഉള്ളത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഇബ്നു അബ്ബാസിനെ പോലത്തെ ഖുർആൻ പണ്ഡിതനാണ് എന്ന് പരിചയപ്പെടുത്തിയിരുന്ന വ്യക്തിയൊക്കെ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു, അയാൾക്കെതിരെ എന്താണ് സംഭവിച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സത്യത്തിൽ ഭിന്നിക്കാതെ നിൽക്കണം എന്ന് പറഞ്ഞ് മുന്നണി ഉണ്ടാക്കിയവരിലാണ് കൂടുതൽ ഭിന്നിപ്പ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്കറിയോ, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയ പ്രസ്ഥാനക്കാർക്ക് സലാം പറയരുതെന്നും അവർ സലാം ചൊല്ലിയാൽ മടക്കരുതെന്നും സമസ്തയുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും ആദ്യമായി പരസ്യമായി പ്രസംഗിച്ച ആളായിരുന്നു അബ്ദുസ്സമദ് സമദാനി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു പക്ഷേ പരതിയാൽ പഴയ കേസറ്റ് നമ്മളെടുത്തുണ്ടാവും. അദ്ദേഹം കോട്ടക്കൽ വെച്ച് നടത്തിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് സിമിയിൽ നിന്ന് ഇങ്ങനെ മാറി ലീഗിലേക്ക് ഇങ്ങനെ എത്തിത്തുടങ്ങുന്ന ഒരു കാലമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് എന്തായിരുന്നു? മുജാഹിദിന്റെ പ്രവർത്തകനായി, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനായി എന്നൊരൊറ്റ കാരണത്താൽ തമ്മിൽ കണ്ടാൽ മിണ്ടരുത്, സലാം പറയരുത്, മയ്യത്ത് നിസ്കരിക്കരുത് എന്ന് പറയുന്ന ഈ ആശയം മുളയിലെ നുള്ളിക്കളയേണ്ടതാണ്. കാരണം സമസ്തയുടെ ഈ പാഠപുസ്തകം പഠിച്ച് നമ്മുടെ മക്കൾ വളർന്നാൽ നമ്മുടെ മക്കൾ പരസ്പരം കത്തിയെടുത്ത് കുത്തിച്ചാകുമെന്ന് കോട്ടക്കൽ വെച്ച് സമദാനി പ്രസംഗിച്ചു. ഞാൻ ഇന്ന് അദ്ദേഹത്തോട് യാതൊരു പ്രത്യേകമായ വെറുപ്പോ വിദ്വേഷമോ ഒന്നും പുലർത്തുന്നയാളല്ല. പക്ഷേ മുമ്പ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചു. എന്നാൽ നിങ്ങൾ നോക്കൂ, സമസ്തയുടെ ആലിമീങ്ങൾ ഇവിടെ സിലബസിൽ ഈ കാര്യം പഠിപ്പിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി ആദ്യമായി പ്രസംഗിച്ച വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ സ്വന്തം മഹല്ലിലാണ് 2 ആൾ പള്ളിയിൽ വെച്ച് കുത്തേറ്റ് മരിച്ചത്. ഏത് സിലബസിന്റെ കുഴപ്പമാണ്? പിന്നീട് അദ്ദേഹത്തിന് തന്നെ കുത്തേറ്റത് സിലബസിന്റെ കുഴപ്പമാണോ? സമസ്തന്റെ സിലബസിന്റെ കുഴപ്പം കൊണ്ടാണോ സംഭവിച്ചത്? ആണോ? അദ്ദേഹത്തിന് ഇപ്പൊ കുത്തേറ്റു എന്നൊരു വലിയ വിഷയം നമ്മൾ കേട്ടല്ലോ. സംഭവം എന്തോ ആവട്ടെ, ഞാനതിനെ ഒന്നും പറയുന്നില്ല. പക്ഷേ സമസ്തയുടെ സിലബസ് പഠിച്ചിട്ടാണോ ഈ കുത്തുണ്ടായത്? സത്യത്തിൽ സംഭവിച്ചത് സമസ്തയുടെ ആലിമീങ്ങളെ ചോദ്യം ചെയ്തു. സമസ്തയുടെ സിലബസിനെ ചോദ്യം ചെയ്തപ്പോൾ അതിന്റെ ഒരു പഴയ ഭാഷയിൽ പറഞ്ഞ കുരുത്തക്കേട് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാനതിൽ സന്തോഷിക്കുന്നയാളല്ല, അങ്ങനെ ആർക്കും കുത്തുകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ല. പക്ഷേ പഴയ ചരിത്രങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സമസ്തയുടെ ഈ ആശയത്തിനെതിരെ ആദ്യമായി പരസ്യമായി പ്രസംഗിച്ച വ്യക്തി, അദ്ദേഹത്തിന് സ്വന്തം വീട്ടിൽ വെച്ച് കുത്തേൽക്കേണ്ടി വന്നത് ഏത് സിലബസിന്റെ കുഴപ്പമാണ്? അപ്പൊ ഞാൻ പറയുന്നത്, സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് കളിക്കുമ്പോൾ, വാക്കുകൊണ്ട് കളിക്കുമ്പോഴും നാക്കുകൊണ്ട് കളിക്കുമ്പോഴും മറ്റേതുകൊണ്ട് കളിക്കുമ്പോഴും സമസ്തയുടെ നേതൃത്വത്തിനെതിരെ കളിക്കുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കണം ഈ സംഭവങ്ങളെന്ന് സാന്ദർഭികമായ ഭാഷയിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്തയുടെ നിലനിൽക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പറയാനാണ്. അത് പറയാൻ സമസ്തയില്ലെങ്കിൽ പിന്നെ ഈ സമസ്ത എന്ന് പേര് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാർത്തങ്ങളും എ പി ഉസ്താദും 1990-കളിൽ സമസ്ത കേരള ജംഇയ്യത്തിനെ പുനഃസംഘടിപ്പിച്ചു. 16-18 കൊല്ലത്തോളമായി ജനറൽ ബോഡി വിളിക്കാതെയും പുനഃസംഘടന നടക്കാതെയും കിടന്നിരുന്ന ഒരു സംഘടന
അതിൽ നിയമാനുസൃതം ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് 5000-ലധികം പണ്ഡിതന്മാരെ തിരുവങ്ങാടിൽ ഒരുമിച്ച് കൂട്ടി. അതിൽ നിന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിഡന്റായും ശൈഖുനാ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്ത് നിലവിൽ വന്ന് ഇന്നും അതിന്റെ രജിസ്ട്രേഷനും അതിന്റെ വിഷയങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അവസാനം കോടതി അതിന്റെ ലാസ്റ്റ് തീർപ്പ് എന്താ കൽപ്പിക്കാന്ന് അത് വരുമ്പോ നോക്കാന്നല്ലാതെ ഇപ്പോൾ അതിന്റെ ആശയപരമായും അതിന്റെ ഭരണഘടനാപരമായുമുള്ള അവകാശം നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾക്കും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർകൾക്കുമാണ് അതിന്റെ അവകാശം നിലനിൽക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ അൽഹംദുലില്ലാഹ് 989-കൾക്ക് ശേഷം അല്ലെങ്കിൽ 90-ന് ശേഷം അത് ഒന്നുകൂടി സ്വതന്ത്രമായി, വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ അമ്പിയുടെ ചുവട്ടിൽ നിന്ന് സ്വതന്ത്രമായി പണ്ഡിതന്മാർക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞത് 990-ന്റെ ഈ പുനഃസംഘടനയ്ക്ക് ശേഷമാണ്. ആ പുനഃസംഘടനയുടെ ശേഷമുണ്ടായ മുന്നേറ്റങ്ങൾ അതാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞത്. കേരളത്തിൽ മാത്രമല്ല, സമസ്ത കേരള എന്നല്ല. യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നമ്മൾ പറയുന്നത് കേരളത്തിലേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ മലയാളികളുള്ളിടത്തേക്ക് മാത്രമാണ്. അതിന്റെ അപ്പുറത്ത് ഇവിടെ ധാരാളം മുസ്ലിമീങ്ങൾ കേരളവും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സഹോദരന്മാരെ, ഇന്ത്യയുടെ മൊത്തം വാൽത്തുമ്പ് എന്നല്ലേ സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ. അത്രയല്ലേ ഈ കേരളമുള്ളൂ. എത്രയുണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ? 20 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തില്ലേ? കേരളത്തിൽ ആകെ ജനസംഖ്യ 3 കോടിയാണ് അല്ലെ? കേരളത്തിൽ ആകെ 3 കോടി ജനസംഖ്യയാണ്. മുസ്ലിമീങ്ങൾ 1 കോടിയോളം താഴെയാണുള്ളത്. അപ്പൊ ഈ 1 കോടി ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ 10-25-ലേറെ സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് യു പി പോലെയുള്ള, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഭൂരിഭാഗം എന്ന് പറയാനില്ലെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ളതുപോലെ അങ്ങ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് പോലെയുള്ള ജില്ലകളിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നേരത്തെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പിന്തുടർച്ചകൾ നിലനിന്നിരുന്നു. എന്നാൽ അവിടെ മെല്ലെ ബിദ്അത്തുകാർ കടന്നുകൂടി, പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്തുകാർ കടന്നുകൂടി അവിടെ തെറ്റായ ആശയങ്ങളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഈ കേരളത്തിലുള്ളതുപോലെയുള്ള സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും നമ്മുടെ നേതാക്കളും അഖിലേന്ത്യാ തലത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടു, അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപം കൊണ്ടു, അതുപോലെ അഖിലേന്ത്യാ തലത്തിൽ യുവജന പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും ഒക്കെ രൂപം കൊണ്ടു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റേത് മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തം സംഘടനയായി, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മൊത്തം ഒരു സംഘടനയായി നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് മാറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നേരത്തെ ബംഗാളിൽ നിന്നും മറ്റുമൊക്കെയുള്ള പ്രതിനിധി ബഹുമാനവും ഈ സദസ്സിൽ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു തന്നത്. പ്രിയപ്പെട്ട സഹോദരർ, വേണ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. ബിദ്ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് സമസ്ത വേറിട്ട് നിൽക്കുകയാണ്. സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കലർന്നതാണ് സർവകുഴപ്പങ്ങൾക്കും കാരണമെന്നായിരുന്നു അന്ന് ഇ കെയുടെ പ്രസംഗം. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ 13-14 വയസ്സുള്ളപ്പോൾ നമ്മുടെ ഈ കുന്നുംപുറത്ത് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ തന്നെ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പലർക്കും ഓർമ്മയുണ്ടാവും. ആ സമ്മേളനം ഉണ്ടാവാൻ എന്തായിരുന്നു സാഹചര്യം നിങ്ങൾക്കറിയോ? അരീക്കാട് പള്ളി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ചില ശ്രമങ്ങൾ ചില രാഷ്ട്രീയക്കാരുടെ ഭാഗത്തിരുന്നും, അതുപോലെ മറ്റു ചില കുൽസിത ശ്രമങ്ങൾ ചില ജീവികളുടെ ഭാഗത്തിരുന്നും ഉണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അല്ലേ? അതിലേക്കൊന്നും ഇപ്പൊ കടന്നു ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിന്റെ വസ്തുതയും സത്യാവസ്ഥയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ ആലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉലമാ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി ഉണ്ടായിരുന്നു അല്ലെ? ഉലമാ സംരക്ഷണ സമിതി എന്നായിരുന്നു അതിന്റെ പേര്.
ഈ ഉലമാ സംരക്ഷണ സമിതിക്ക് എതിരായി അപ്പുറത്ത് സുന്നി സംരക്ഷണ സമിതി എന്ന പേരിൽ വേറെ ഒരു സമിതിയും ഉണ്ടായിരുന്നു. അങ്ങനെ ചെപ്പ്യാലം പള്ളിയുടെ സമീപത്ത് സുന്നി സംരക്ഷണ സമിതിയുടെ സമ്മേളനം നടന്നു. ഹലോ, അത് ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ട് അല്ലേ? ചെപ്പ്യാലം പള്ളിയുടെ സമീപത്ത് സുന്നി സംരക്ഷണ സമിതിയുടെ പരിപാടി നടന്നു. അന്ന് ആ പരിപാടിയിൽ പ്രധാനമായും പ്രസംഗിക്കാനുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാരെ നവറല്ലാഹു മർഖദഹു. KV അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനൊരു മുസ്ലിം ലീഗുകാരനായതിൽ അഭിമാനിക്കുന്നു എന്ന്. സുന്നി സംരക്ഷണ സമിതിയുടെ സമ്മേളനമാണ്. ഞാനൊരു സുന്നി ആയതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു മൂല്യമുണ്ടായിരുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനായി അതിൽ അഭിമാനിക്കുന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ, സമസ്തയുടെ സെക്രട്ടറി എങ്ങനെ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിന് മറുപടി പറയാൻ വേണ്ടി വന്നത് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചെപ്പ്യാലത്ത് നടന്ന സമ്മേളനത്തിന് മറുപടി പറയാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും രണ്ടാളും ഒന്നിച്ചു വന്നത്. അന്ന് EK പ്രസംഗിച്ചത് ഞാൻ എന്റെ ചെവിട് കൊണ്ട് കേട്ടതാണ്. അദ്ദേഹം എന്ന് പറഞ്ഞത് എന്താണ്? നമുക്കൊരു ചായ വേണം, ചായക്ക് ചൂടുവെള്ളം വേണം, പഞ്ചസാര വേണം, ചായപ്പൊടി വേണം, പാല് വേണം. എടാ, ഇതിനൽപ്പം തീട്ടം കലർത്തിയാൽ എന്താകുമടാ എന്നായിരുന്നു EKയുടെ ചോദ്യം. തീട്ടം വേറെയാക്കടാ അല്ലേ? അത് കേട്ട ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടാവുകയുടെ സമസ്യ. അത് വേറെയാക്കാനാണ് പറഞ്ഞത്. സത്യത്തിൽ അന്നൊക്കെ അത് വേറെയാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെയാക്കുകയാണെങ്കിൽ വേറെയാക്കാൻ മാത്രമേ അവര് അന്നിവിടെ ഉണ്ടായിരുന്നുള്ളൂ, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് വേറെയാക്കാതെ അതിനെ കൂട്ടിപ്പിടിച്ച് വളർത്തിയത് രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയത്തിന്റെ കോണിയിലൂടെ തന്നെയാണ് വഹാബിസവും ഇവിടെ വളർന്നിട്ടുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയും വളർന്നിട്ടുള്ളത്. ഇന്ന് ചിലർ അതിനെ തള്ളിപ്പറയുന്നെങ്കിൽ ആ തള്ളിപ്പറയുന്നവർ തന്നെയാണ് മുമ്പ് അതിനെ വളർത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ അന്ന് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി. ശംസുൽ ഉലമ വന്നിട്ട് അതിന് മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ട AP ഉസ്താദ് എന്നത് അതിന് മറുപടി പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് AP ഉസ്താദ് ശംസുൽ ഉലമയെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞത് ഹാദാ ശംസുൽ ആലം. ശംസുൽ ആലം എന്നാണ് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് AP ഉസ്താദ് എന്ന് പറഞ്ഞ എന്റെ ഓർമ്മയിലുണ്ട്. കാരണം EKയുടെ ഇൽമിനെ പറ്റിയോ ഇൽമിന്റെ ആയത്തെ പറ്റിയോ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല, ആർക്കും സംശയമില്ല. പക്ഷേ ആ സർവ്വസൈന്യാധിപനായ EK അബൂബക്കർ മുസ്ലിയാർ പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മാറുകയായിരുന്നു. അത് മാറാനുണ്ടായ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാം, അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ആവട്ടെ, പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാടിങ്ങനെ മാറുകയും നേരത്തെ അദ്ദേഹം തന്നെ വേറെയാക്കാൻ പറഞ്ഞ മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും അടക്കമുള്ള വിദഗ്ധക്കാരെ കൂട്ടിപ്പിടിക്കുകയും തോളിൽ കൈയിട്ട് നടക്കുകയും ഈ റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ദുഃഖകരമായ കാഴ്ച കണ്ടപ്പോഴാണ് സത്യത്തിൽ സർവ്വസൈന്യാധിപൻ കൂറുമാറുകയാണോ എന്ന സംശയം വന്നത്. സർവ്വസൈന്യാധിപൻ കൂറുമാറിയാ പിന്നെന്താ ഉണ്ടാവുക അല്ലെ? യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹം അങ്ങ് കൂറുമാറിപ്പോയപ്പോൾ സത്യത്തിൽ പിന്നെ ഒരു സർവ്വസൈന്യാധിപനെ കണ്ടെത്തേണ്ടി വന്നു. ആ സർവ്വസൈന്യാധിപനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സഹസൈന്യാധിപനാണ്. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തിനെ പുനഃസംഘടിപ്പിച്ച് അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് വ്യാപകമായി അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന ആ സംഘത്തിന്റെ അതിന്റെ നേതൃത്വവും അതിന്റെ ചുമതലയും ഈ കേരളത്തിലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ആലിമീങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് അതിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയ സംഘടനാ സംവിധാനം അൽഹംദുലില്ലാഹ് നമുക്കുണ്ടായി. മാത്രമല്ല ഒരു 10-20 കൊല്ലത്തോളം നമ്മൾ ശക്തമായ പ്രതിരോധത്തിലായിരുന്നു. 89-ലെ പുനഃസംഘടനയ്ക്ക് ശേഷം 90-ലെ പുനഃസംഘടനയ്ക്ക് ശേഷം ഈ പ്രസ്ഥാനത്തെ നഖശികാന്തം എതിർക്കാനും നശിപ്പിക്കാനും ഞെക്കിക്കൊല്ലാനും നക്കിക്കൊല്ലാനും തച്ചുകൊല്ലാനും കുത്തിക്കൊല്ലാനും എല്ലാ ശ്രമങ്ങളും നടന്നപ്പോൾ അന്ന് ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ധാരാളം സമയം നീക്കിവെക്കേണ്ടി വന്നു, ധാരാളം പണം ചെലവഴിക്കേണ്ടി വന്നു. ഒരു യുദ്ധക്കളത്തിൽ എങ്ങനെയാണോ ആ അവസ്ഥയായിരുന്നു അന്നത്തെ സാഹചര്യത്തിലുണ്ടായിരുന്നത്. അന്ന് നമ്മൾ ഒരുപാട് ത്യാഗം അതിനു വേണ്ടി സഹിച്ചു. ചിലരൊക്കെ ഷഹീദായി പോവുകയും ചെയ്തു. അല്ലാഹു അവർക്കൊക്കെ ആഖിറത്തിൽ ശുഹദാഇന്റെ പദവി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു 10-20 കൊല്ലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ എന്താണ് സ്ഥിതി? ഓർക്കുന്നു ഞാൻ ഗോൾഡൻ ജൂബിലി സമ്മേളനം, SYSന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനം. ആ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ
ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു, നമുക്ക് സ്കൂൾ തരാത്ത, നമുക്ക് വഖഫ് ബോർഡിൽ സീറ്റ് തരാത്ത ആളുകളെ പരാജയപ്പെടുത്തണം എന്ന്. അപ്പോൾ ആളുകൾ തക്ബീർ ചൊല്ലിയപ്പോ തങ്ങൾ പറഞ്ഞു, തക്ബീർ ചൊല്ലിയാ പോരാ, പണിയെടുക്കണം. അല്ലേ? തങ്ങളുടെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആ ഇലക്ഷനിൽ നമ്മൾ നന്നായി പണിയെടുത്തു, ഫലം ഉണ്ടായില്ലേ? ആരെങ്കിലും നിഷേധിക്കോ? ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? ഫലമുണ്ടായി. ഞാനൊക്കെ നന്നായി പണിയെടുത്തിട്ട് ഒരു മണ്ഡലത്തിന്റെ ചുമതല ഞാനാ വഹിച്ചത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ പണിയെടുത്തപ്പോൾ ചക്കയിട്ടപ്പോൾ മുയൽ കിട്ടിയതായിരുന്നില്ല, അത് മുയലിനെ വേട്ടയാടി പിടിച്ചത് തന്നെയായിരുന്നു. യാതൊരു സംശയവുമില്ല. മുയലിനെ വേട്ടയാടി തന്നെ പിടിച്ചത്. രണ്ട് ചെവിയുള്ള മുയൽ, സാക്ഷാൽ മുയലിനെ തന്നെയാ വേട്ടയാടി പിടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, അന്ന് ഓർക്കുന്നില്ല നിങ്ങൾ, ചിലരൊക്കെ പുലിക്കുട്ടികളായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? എന്തെല്ലാം സൈസ് പുലിയായിരുന്നു എന്നൊക്കെ വന്നിരുന്നത്, അതൊക്കെ ഓർമ്മയുണ്ടോ? മറന്നുപോയോ? അന്ന് ഞാനൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, പുലിയാണെങ്കിൽ ഒന്നുകിൽ കാട്ടിൽ, അല്ലെങ്കിൽ കൂട്ടിൽ, നാട്ടിലിറങ്ങിയാൽ ജനം തല്ലിക്കൊല്ലോ. സത്യത്തിൽ അത് ആ ഇലക്ഷനിൽ സംഭവിക്കുകയും ചെയ്തു, പുലി കൂട്ടിലായി. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അതൊക്കെ ശരിക്കും രാഷ്ട്രീയക്കാർ അനുഭവിച്ചപ്പോൾ അവർക്കും സത്യബോധമുണ്ടായി, അവർക്ക് ബോധോദയമുണ്ടായി. ബോധോദയം ഇനിയും അവർക്ക് ഉണ്ടാവട്ടെ. ഇപ്പൊ ചെറിയൊരു മൂടൽമഞ്ഞ് അവരുടെ ബോധത്തെ മറക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അത് തെളിഞ്ഞില്ലെങ്കിൽ ഇനിയും പുലികൂട്ടിലാകും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, യഥാർത്ഥത്തിൽ ആ ബോധോദയത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരുടെ ഭാഗത്തിൽ നമ്മോട് സഹകരണങ്ങൾ ഉണ്ടായി. നമുക്കെല്ലാവർക്കും ഒരു തുറന്ന സമീപനമുണ്ടായി, തുറന്ന സഹകരണമുണ്ടായി. മർക്കസിന്റെ 33ാം വാർഷിക സമ്മേളനത്തിൽ നേരത്തെ 33 കൊല്ലമായിട്ട് മർക്കസിലേക്ക് കടന്നു വരാത്ത പലരും വന്നു. അൽഹംദുലില്ലാഹ്, നമ്മളത് സന്തോഷിച്ചു, അവരും സന്തോഷിച്ചു, ആർക്കും അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ യൂസുഫ് നബിയെ കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാര് പിന്നീട് റേഷൻ സഞ്ചിയുമായി വന്ന അനുഭവം ഖുർആൻ പറയുന്നത് കൊണ്ട് മർക്കസ് സമ്മേളനത്തിൽ അവസാനം ഞാനതൊന്ന് പറഞ്ഞുപോയി എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സാഹചര്യങ്ങൾ അങ്ങനെ പലതും ഇവിടെ മാറി വരും. ഇലക്ഷനും രാഷ്ട്രീയവും ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? ഡൽഹിയിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാ രാഷ്ട്രീയക്കാർക്കും പാഠമാണത്. ആത്മീയ എന്ന് പറയുന്ന സംഘം അത് രാഷ്ട്രീയ സംഘടനയാണോ? ഒരു കൊല്ലം മുമ്പ് പറന്നു വീണ, ഒരൊറ്റ കൊല്ലം മുമ്പ് പറന്നു വീണ ഒരു രാഷ്ട്രീയ പാർട്ടി, അന്നാസാര എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ, അദ്ദേഹം നടത്തിയ ഒരു നിരാഹാര സമരത്തിൽ നിന്ന് വളർന്നു വന്ന ആവേശത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ജനകീയ സമിതി, ആ സമിതി ഇപ്പോൾ ഡൽഹി ഭരിച്ചിരുന്ന പതിറ്റാണ്ടുകളായി ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടത്തെ താഴിറക്കിയിരിക്കുന്നു. അധികാരത്തിലേറാമെന്ന് കൊതിച്ചിരുന്ന വിഭാഗത്തെയും മറികടന്നുകൊണ്ട് അധികാരത്തിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇതാണ് രാഷ്ട്രീയം, ഇതാണ് ഭരണം. അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ബോധമുണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കാൻ ഒരുപക്ഷെ ഞങ്ങളുടെ വോട്ടുകൾ മാത്രം മതിയാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതിലൊന്നൊരു സംശയമില്ല. പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, ഞങ്ങൾ ദീനീ പ്രബോധകന്മാരാണ്, ദീനീ പ്രവർത്തകന്മാരാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല, പക്ഷെ രാഷ്ട്രീയ സമീപനങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ലെങ്കിലും രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്കനുസരിച്ച് ഞങ്ങൾ എല്ലാ സമയങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട്. കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യം പ്രവർത്തിച്ചതിന് എതിരായിട്ട് പീറ്റക്കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇലക്ഷനിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റൂല, അത് അന്നത്തെ സാഹചര്യം വെച്ച് നേതൃത്വം തീരുമാനിക്കും. 2 മാസം കഴിഞ്ഞ ഇലക്ഷൻ വരില്ലേ, അന്നത്തെ സാഹചര്യം വെച്ച് നമ്മുടെ നേതൃത്വം തീരുമാനിക്കും, നമ്മൾ പ്രാവർത്തികമാക്കും. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പ്രസ്ഥാനത്തെ ഇനി ആർക്കും ഊതിക്കെടുത്താനൊന്നും കഴിയില്ല, കാലമൊക്കെ കഴിഞ്ഞുപോയി. ആ ഒരവസ്ഥയിൽ ഈ പ്രസ്ഥാനം എത്തിയ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ജൂബിലി ഞാൻ അനുസ്മരിക്കുന്നത് എന്തിനാണ്? ഇന്നിപ്പോ കുറെ ആളുകള് നമ്മളെ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒന്നാണ് പുറത്താക്കിയത് എന്തിനാന്നും കൂടി ആലോചിക്കാതെ കൊണ്ടുപോയിട്ട് ഏറ്റെടുക്കുകയാണ്. ചങ്ങായിമാരെ, ഒരാൾ ത്വലാക്ക് ചെല്ലിയാ പിന്നെ എന്തിനത് ത്വലാക്ക് ചെല്ലിയത് വേറൊരുത്തന്റെ കൂടെ ചാടിപ്പോയിട്ടാണെന്നെങ്കിലും രണ്ടാമത് കെട്ടണോ ആലോചിക്കണ്ടേ? അല്ലെ, വേറൊരുത്തന്റെ കൂടെ ചാടിപ്പോയിട്ടാണോ പഴയ പുതിയാപ്പിളയാളെ ഈ പെണ്ണിനെ ഒഴിവാക്കിയതെന്നെങ്കിലും രണ്ടാമത് കെട്ടണോ ആലോചിക്കണ്ടേ? ആ ഒരു ആലോചന കൂടി ഇല്ലാതെ അല്ലെ അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഷെയ്ഖുനാന്നും പറഞ്ഞ് പ്രദർശിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഗോൾഡൻ ജൂബിലി സമ്മേളനത്തില് നമ്മുടെ സമ്മേളന സ്റ്റേജിലേക്ക് കയറി വന്നത് അന്നത്തെ മറുഭാഗം സമസ്തയുടെ പ്രസിഡന്റ് അസ്ഹരിത്തങ്ങളായിരുന്നു. മറന്നുപോയോ? അസ്ഹരിത്തങ്ങൾ നമ്മുടെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, തങ്ങൾ വന്നിട്ട് ബദവി മക്കാമിൽ അവിടെ ഇരുന്നു. സ്റ്റേജിന്റെ ഒരു 50 മീറ്റർ മാത്രം അകലെ, 50 മീറ്റർ ഉണ്ടാവോ സംശയം,
അവിടെ വന്നിരുന്നപ്പോ എനിക്ക് വിവരം കിട്ടി. ആരോ പറഞ്ഞു അസേരിത്തങ്ങൾ ഉണ്ടാ വന്നിട്ട്. ഞാൻ എന്തായാലും ഓടിച്ചെന്ന് പെട്ടെന്ന് ചെന്നിട്ട് ആളുകൾ ഇങ്ങനെ കൂടിക്കുകയാണ്. അപ്പൊ ഒന്നിങ്ങനെ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുത്ത് കാറ്റ് കൊള്ളാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തപ്പോ ആ നന്ദിയോണ്ടിരിക്കും. ഞങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ സമയമാകുമ്പോ ഞാനാണ്ട് വരട്ടോ, സമയമാകുമ്പോ ഞാനാണ്ട് വരാന്ന്. എവിടേക്ക് വരാന്ന്? ആരാ പറയണത്? എവിടേക്കാ വരാന്ന് പറയണത്? മറുവിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആള് നമ്മളെ സ്റ്റേജിലേക്ക് കയറി വരാന്ന് പറയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളെ പറ്റുമെങ്കിൽ നമ്മളയാളെ പ്രസിഡന്റ് ആക്കൂല. മനസ്സിലായില്ല? സമസ്തന്റെ പ്രസിഡന്റ് ആകാൻ യോഗ്യത അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളയാളെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾക്ക് അദ്ദേഹത്തെ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് മുമ്പ് അദ്ദേഹത്തെ സമസ്തയിൽ എടുക്കാതിരുന്നത്. പിന്നെ ഈക്കൊക്കെ എന്തേ പറ്റിയെന്ന് നമുക്കറിയില്ല. അത് പറ്റിയത് എന്തിനാന്നുള്ളത് നമുക്ക് പിന്നെ തിരിയും ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അന്ന് യഥാർത്ഥത്തിൽ തങ്ങൾ ഇങ്ങനെ വന്ന് ഇരുന്നപ്പോ ഞാൻ മെല്ലെ ഓടിച്ചെന്ന് പേരോട് ഉസ്താദോട് പറഞ്ഞു, ഉസ്താദേ തങ്ങൾ അസേരിത്തങ്ങൾ വന്നിട്ടുണ്ട്, മക്കാമല് സമ്മേളനത്തിന് വരാന്നാ പറയുന്നത്, എന്താ ചെയ്യാന്ന് വെച്ചു. പേരോട് മെല്ലെ ഇറങ്ങിപ്പോയിട്ട് തങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞു, തങ്ങളെ യൂസുഫ് അലി സാഹിബും മറ്റൂരൊക്കെ താജ് ഹോട്ടലിൽ വിശ്രമിക്കുന്നുണ്ട്, തൽക്കാലം തങ്ങപ്പാപ്പ അവിടെ പോയി വിശ്രമിച്ചോളി എന്ന് പറഞ്ഞിട്ട് തങ്ങപ്പാപ്പാനെ മെല്ലെ തിരിച്ചങ്ങോട്ട് വിട്ടു. വേറൊരു വഴിക്ക് യൂസുഫ് അലിനെയും കൂട്ടി ഇങ്ങോട്ടും പൊടന്നു. പിന്നെ തങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും കഴിഞ്ഞതുമില്ല. എന്തിനാ ഇത് പറഞ്ഞത്? സമസ്തയുടെ പ്രസിഡന്റ്, മറുഭാഗം സമസ്തയുടെ പ്രസിഡന്റ് ഞങ്ങളെ സ്റ്റേജിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് തൽക്കാലം വേണ്ട തങ്ങളെ എന്ന് പറഞ്ഞ കൂട്ടരാ ഞങ്ങൾ. അറിയോ നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം ആര് ചോദിച്ചു തന്നെയാണ്? അതും അസരീത്തങ്ങളുടെ ചോദ്യമാണ് അല്ലേ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ഏതെങ്കിലും ഒരു സംഘടന ഒരാളെ പുറത്താക്കുമ്പോഴേക്കൊണ്ട് ഏറ്റെടുക്കുക എന്ന ചിന്താഗതിയില്ല. അങ്ങനെയാണ് ഇപ്പൊ പലരും ഏറ്റെടുക്കണ്ടേ. നമ്മളങ്ങനെ ഏറ്റെടുക്കൂല. അങ്ങനെ ഏറ്റെടുപ്പിച്ചു കരുതിയിട്ട് ആരും അങ്ങനെ എന്തെങ്കിലും കൊതിച്ച് ആരും വരികയും വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റുമെന്ന കണ്ടീഷൻ എത്തിയാൽ മാത്രമേ നമ്മുടെ പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ ഒക്കൂ. പറ്റുമെങ്കിൽ എടുക്കും, തീരെ എടുക്കൂല എന്ന് ആദ്യമേ പറയാൻ പറ്റുമോ? അതും പറ്റൂല. എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് സാഹചര്യം അനുകൂലമാണെങ്കിൽ പറ്റുമെങ്കിൽ എടുക്കും, അത്രയേ ഉള്ളൂ. എന്നല്ലാതെ ആരെങ്കിലും പുറത്താക്കുമ്പോഴേക്ക് സ്റ്റേജിൽ സ്വീകരണം കൊടുക്കുക എന്ന നിലപാട് ഈ പ്രസ്ഥാനത്തിനില്ല. ഇതൊരു ഭരണഘടനയുള്ള പ്രസ്ഥാനമാണ്, അന്തസ്സുള്ള പ്രസ്ഥാനമാണ്, കേവലം ഒരു ആൾക്കൂട്ടമല്ല. അതുകൊണ്ട് ഞാൻ ഉണർത്തുന്നത്, ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശക്തിയും വലിപ്പമൊക്കെ എല്ലാവർക്കും അറിയാം. ആർക്കറിഞ്ഞുകൂടാത്തത്? കേരള യാത്രയുടെ വലിപ്പവും അതിന്റെ ശക്തിയും കോഴിക്കോട്ടുവായിട്ടതൊക്കെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ലെ? എല്ലാവർക്കും അറിഞ്ഞ കാര്യമല്ലേ? അതിലൊന്നും സംശയമില്ല, എല്ലാവർക്കും നന്നായി അറിയുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ കടലിനും ചെകുത്താനും മധ്യ എന്ന നിലയ്ക്ക് ചില ആളുകൾ ഇങ്ങനെ വയലുന്നതും. കുറച്ചുകൂടി ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ ഓരോ വയലിച്ചൊക്കെ ശക്തി കൂടും. അപ്പൊ പിന്നെ എവിടെയെങ്കിലും കുതിരത്തോടത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടേണ്ടി വരും. ഞാൻ പറഞ്ഞു സാർ, ഈ പ്രസ്ഥാനത്തിലെ ശക്തി തിരിച്ചറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്ത് മാറ്റി നിർത്താനോ തള്ളിക്കളയാനോ കഴിയില്ല. സത്യം 100 വട്ടം സത്യം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾക്ക് പഴയ വൈരാഗ്യ വാശിയൊന്നും ആരോടുമില്ല. ഏതെങ്കിലും കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തപ്പെടാനും അതൊക്കെ മാറ്റപ്പെടാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായി, മാറ്റി പലരും മാറ്റുകയും ചെയ്തു. നിങ്ങൾക്കറിയോ, ബഹുമാനോടെ ശിഹാബ് തങ്ങൾ എ പി ഉസ്താദും തമ്മിൽ എത്ര കാലം ഒരു സ്റ്റേജ് പങ്കിടാതെ കഴിഞ്ഞിരുന്നു. അവസാനം ശിഹാബ് തങ്ങൾ എ പി ഉസ്താദും കൂടി ഒരുമിച്ച് കൂടിയില്ലേ പല വേദികളിലും. ശംസുൽ ഉലമ ഇ കെ ബൂക്കർ മുസ്ലിയാർ തന്നെ വഫാത്തിന് തൊട്ടു മുമ്പായി അദ്ദേഹത്തിന്റെ വസിയത്തായി എഴുതി വെച്ചതെന്തായിരുന്നു? കാന്തപുരം ഉസ്താദുമായി യോജിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം, അതിനുള്ള ഫോർമുലകൾ തയ്യാറാക്കണം എന്നല്ലേ ബഹുമാനപ്പെട്ട ഇ കെ അവസാനമായി വസിയത്തായി പറഞ്ഞത്? ചന്ദ്രികയിൽ തന്നെ അന്ന് അബ്ദുറഹ്മാൻ എഴുതിയിരുന്നത്. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം ഒരു കാലത്ത് സംഭവിച്ചു എന്ന് കരുതി പാടെ നിരാകരിക്കുന്നില്ല. പക്ഷെ ആ അബദ്ധങ്ങൾ ഇനി ആർക്കും മേലിൽ സംഭവിക്കരുത് എന്ന് ഞങ്ങൾ താക്കീതിന്റെ സ്വരത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മർക്കസിന്റെ സമ്മേളനം കഴിഞ്ഞു. അതൊക്കെ ഒരു വലിയ പാഠമായിരുന്നു. അത് കഴിഞ്ഞു, ഇപ്പൊ കേരളയാത്ര കഴിഞ്ഞു. അത് നമുക്ക് വലിയൊരു പാഠമാണ്. ഈ കേരളയാത്രയുടെ പശ്ചാത്തലത്തിൽ, കേരളയാത്രയുടെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇനി ഞങ്ങൾക്ക് പ്രതിരോധത്തിന്റെ നിര, ആ നിരയിലുള്ള അണികളെ സേവനത്തിന്റെയും നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളുടെയും മാർഗത്തിലേക്ക് തിരിക്കാൻ സമയമായിരിക്കുന്നു എന്ന്. ഇതുവരെ ഞങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി നിർത്തിയിരുന്ന നിരയുണ്ടായിരുന്നു. ഞാനൊക്കെ ആ കൂട്ടത്തിലെ ഒരു മെമ്പറായിരുന്നു. പ്രതിരോധമായിരുന്നു നമ്മളൊക്കെ മെയിൻ പരിപാടി. നമ്മൾ ആ സമിതിയൊക്കെ ഇപ്പോഴും ഉണ്ടില്ല എന്നുള്ള വിരിച്ചിട്ടോടൊന്നുമില്ല, ആരും അങ്ങനെ മനസ്സിലാക്കിയും വേണ്ട. പക്ഷേ എല്ലാവരും പ്രതിരോധത്തിന് എല്ലാ ഊർജവും എല്ലാ സമയവും എല്ലാ സമ്പത്തും വിദഗ്ധത്തിന് അല്ലെങ്കിൽ ഈ വിഘടിത കക്ഷികളെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം എന്ന നിലയിലേക്ക് പോയാൽ ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതത്തെയും അതിന്റെ മൂല്യങ്ങളെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അവസരം ഉണ്ടാവില്ല.
ഇസ്ലാമിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ അതിവിടെ നന്നായി നടക്കണം. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിട്ടില്ലേ? സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടില്ലേ? ഔലിയാക്കൾ കാണിച്ചു തന്നിട്ടില്ലേ? മുഴുവൻ ഔലിയാക്കളും സാമൂഹിക സേവനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നന്നായി നടത്തിയവരല്ലേ? വൈദേശിക ചരിത്രം അതല്ലേ? ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയുടെ ചരിത്രം അതല്ലേ? എല്ലാ ഔലിയാക്കളുടെയും മമ്പർത്തങ്ങളുടെ ചരിത്രം അതല്ലേ? പോകട്ടെ, അടുത്ത കാലത്ത് വഫാത്തായ നമ്മൾ 8ാമത്തെ ഉറൂസ് ആചരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ കുണ്ടൂർ ഉസ്താദിന്റെ അടക്കം ചരിത്രം ജനങ്ങളെ സേവിക്കലല്ലേ, സഹായങ്ങൾ ചെയ്തലല്ലേ? അതുകൊണ്ട് നമ്മളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ അജണ്ടയായി പ്രതിരോധത്തെ കാണുന്നില്ല. കാരണം ശത്രുവിനെ പേടിയുണ്ടെങ്കിലല്ലേ പ്രതിരോധത്തിന് അത്ര സമയം ചെലവെക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? ശത്രുക്കളെ പേടിച്ചു നിൽക്കുന്ന സമയത്തല്ലേ അതിനാവശ്യമുള്ളൂ. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് പേടിക്കേണ്ടുന്ന ഒരു ശത്രുവും കേരളത്തിലില്ല. സംഘടനാപരമായി പേടിക്കേണ്ട ഒരു ശത്രു കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമില്ല, മതപ്രസ്ഥാനത്തിനുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതിരോധത്തിന് വേണ്ടി കുറെ സമയവും കുറെ ചെലവും സമ്പാദ്യവും ചെലവഴിച്ച് അതിനുവേണ്ടി മാത്രം നിലകൊള്ളുക എന്ന രീതിയിൽ നിന്ന് കേരള യാത്രയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ അതിനർത്ഥം തീരെ പ്രതിരോധം ഉണ്ടാവില്ലെന്നോ, വഹാബികൾക്കൊക്കെ എന്നും പറഞ്ഞു പോകാമെന്നോ, അതുപോലെ ആർക്കും എന്നും കൂടി പോകാമെന്നോ അല്ല. ആവശ്യമുള്ളിടത്ത് നമ്മൾ പറയും, ആവശ്യത്തിന്റെ തോതനുസരിച്ച് പറയും. അത് പറയേണ്ടിടത്ത് പറയും, പറയാനുള്ള അനുവാദമുണ്ട്. എല്ലാം നിരോധിച്ചിട്ടൊന്നുമില്ല. മനസ്സിലായി? ആവശ്യമുള്ളിടത്ത് എവിടെ ആവശ്യമുള്ളത് ഞങ്ങൾ പരിശോധിക്കും, പരിശോധിച്ചിട്ട് ആവശ്യമുള്ളിടത്ത് ഞങ്ങൾ പരിപാടി വെക്കുകയും ചെയ്യും, മറുപടി പറയുകയും ചെയ്യും. പക്ഷേ നിരന്തരം മറുപടിക്ക് മറുപടി എന്ന് പറയുന്ന ആ മറുപടിയുമായി ഞങ്ങളില്ല. അതിന് ഞങ്ങൾ കിട്ടില്ല, അതിന് ഞങ്ങൾക്ക് സമയമില്ല. ആവശ്യമുള്ളിടത്ത്, അതായത് മറുവിഭാഗങ്ങൾ എവിടെയെങ്കിലും ഒരു 10 പരിപാടി സംഘടിപ്പിച്ചാൽ ഞങ്ങൾ ഒരു മറുപടി പറയും. ചിലപ്പോൾ ഒരു 5 പരിപാടി സംഘടിപ്പിച്ചാൽ ചിലപ്പോൾ എല്ലാത്തിനും കൂടി ഒറ്റ മറുപടി പറയും. അല്ലെങ്കിൽ 5 10 സ്ഥലത്തൊരു പരിപാടി സംഘടിപ്പിച്ചാൽ എല്ലാത്തിനും കൂടി ഒരു ആദർശ സമ്മേളനം നടത്തി ഞങ്ങൾ മറുപടി അല്ലേ? ഇപ്പൊ നമ്മളെ അച്ഛനമ്പലത്തൊരു സമ്മേളനം നടത്തി. ഈ മേമാട്ടുപാറയിൽ ഒരു പരിപാടി വേണം എന്നോട് അഭിപ്രായപ്പെടാനും സമ്മതം ചോദിക്കാനും തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി, ഇതുവരെ സമ്മതം കൊടുത്തിട്ടില്ല. അതിന് അവർ 4 5 പരിപാടിയും കൂടി അവിടെ നടക്കുമോ നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ മറുപടി പറയൂ. പറഞ്ഞു മനസ്സിലായോ? ഞങ്ങളുടെ രീതി അതാണ്. ഞങ്ങളുടെ രീതി, ഇപ്പോഴത്തെ രീതി അതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയാണ് മറിയം ബീവി. ആ മറിയം ബീവിക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഊത്ത് കാരണം ഗർഭം ധരിച്ചു. ജിബ്രീൽ വന്നിട്ട് ഊതിയിട്ടാ ഗർഭം ഉണ്ടായത്. ഈ ഗർഭത്തിന് രഹസ്യം നാട്ടുകാർക്ക് അറിയില്ല. മറിയം ബീവി സ്വകാര്യമായി കുളിക്കുന്നിടത്തൊക്കെയല്ലേ ജിബ്രീൽ വന്നത്. അങ്ങനെ ഗർഭധാരണം ഊത്തിലൂടെ ഉണ്ടായപ്പോൾ അള്ളാഹു തആലക്കത് കഴിയും, അത് തെളിയിക്കാനാണ് അള്ളാഹു ചെയ്തതും. ആ മറിയം ബീവി ഗർഭം ധരിച്ചപ്പോൾ ഈ ഗർഭത്തിന്റെ സനത് ചോദിച്ചില്ലേ ചില ആളുകൾ? മറിയം ബീവിയുടെ ഗർഭത്തിന്റെ സനത് ചോദിച്ചു നടന്നില്ലേ? സനത് ചോദിച്ചു. മറിയം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്താ നിങ്ങൾ ചെയ്തത്? വാക്കാന ഉമ്മുക്കി ബഗയ്യ, ഉമ്മ മോശമായിരുന്നില്ലല്ലോ. വാക്കാന അബൂക്കി ബഗയ്യ, ബാപ്പ മോശമായിരുന്നില്ലല്ലോ, എന്തേ പിന്നെ ഉമ്മ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എവിടുന്നേ ഈ ഗർഭം, എവിടെ അതിന്റെ സനത് എന്ന് ചോദിച്ചപ്പോ മറിയം ബീവി പറഞ്ഞൊരു മറുപടി ഉണ്ട് അല്ലേ? മറിയം ബീവി മറുപടി പറഞ്ഞതല്ല, അള്ള പറഞ്ഞു കൊടുത്തതാ. അള്ള പറഞ്ഞു, വഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. എന്റെ ദൗത്യം നിങ്ങൾക്ക് മറുപടി പറയലല്ല. എന്റെ ദൗത്യം നിങ്ങൾക്ക് മറുപടി പറയലല്ല. നിങ്ങൾ ചോദിക്കുന്നതിന്റെ സനതും പറഞ്ഞു നടക്കലല്ല. എന്റെ ദൗത്യം എന്താണെന്നറിയോ? എന്റെ വയറ്റിൽ വരാൻ പോകുന്നത് റൂഹുല്ലാഹിയാണ്. റൂഹുല്ലാഹിയാണ് ഇവിടെ വരാൻ പോകുന്നത്. നബിയാണ് ഇവിടെ ജനിക്കാൻ പോകുന്നത്. ആ നബിയായി ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പരിപാലിക്കലും സംരക്ഷിക്കലും അതിനെ മുലയൂട്ടി വളർത്തലും ആ കുഞ്ഞിനെ നബിയാക്കി വളർത്തലുമാണ് അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി. അതാ ഞാൻ എടുക്കുക. നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയുന്ന അതിന് സമയം എനിക്കില്ല എന്നല്ലേ ആര് പറഞ്ഞത്? അല്ലേ? എന്നതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയുന്നു, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിന് മറുപടി പറയാൻ നമുക്കിപ്പോ സമയമില്ല. നമുക്കൊരുപാട് ഹെൽത്ത് സ്കൂളുകൾ നടക്കാനുണ്ട്, ഒരുപാട് സാന്ത്വനം ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെടാനുണ്ട്, ഒരുപാട് സൗജന്യ ആംബുലൻസ് സർവീസുകൾ ഇവിടെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇറക്കാനുണ്ട്, അതുപോലെ ഒരുപാട് ഡയാലിസിസ് സെന്ററുകൾ ഇവിടെ സ്ഥാപിക്കാനുണ്ട്, ഇവിടെ പാവപ്പെട്ടവർക്ക് ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന രോഗികളെ പോയി പരിചരിക്കാൻ ആതുര ശുശ്രൂഷയ്ക്ക് വളണ്ടിയർമാരെ സജ്ജമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് പണി പ്രസ്ഥാനത്തിനുണ്ട്.
ഞങ്ങൾ 2-3 കൊല്ലമായി ആ രംഗത്ത് ചെറിയ രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചപ്പോൾ അതിന് വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പോയി നോക്കൂ, SYSന്റെ 300ഓളം വരുന്ന വളണ്ടിയർമാർ അവരിങ്ങനെ ഊഴം വെച്ച് സേവനം ചെയ്യുകയാണ്. കാഷ്വാലിറ്റിയിലും വാർഡുകളിലും ആവശ്യമുള്ളവരിലെല്ലാം. ഇപ്പോൾ അരീക്കോട് ഇന്ന് അടുത്ത ദിവസം അവിടെ വളണ്ടിയർമാർ രംഗത്തിറങ്ങിയപ്പോൾ ആസ്പത്രിയുടെ മുഴുവൻ ഉത്തരവാദപ്പെട്ട ആളുകളും പറഞ്ഞു, ഇതുവരെ ഇന്നേ വരെ ഇങ്ങനെ ഒരു സേവന സംഘം ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇന്നത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമർ ഫാറൂഖ് ആ വളണ്ടിയർമാരെ പുറത്തിറക്കുന്ന സമയത്ത് പറഞ്ഞതെന്താണ്? പല സേവനത്തിലും പലരെയും കിട്ടും, പക്ഷേ ഈ രൂപത്തിൽ പരിചരിക്കാൻ, ശാരീരിക സേവനം ചെയ്യാൻ, വളണ്ടിയർമാരെ സംവിധാനിക്കാനും അതിവിടെ സംരക്ഷിക്കാനും നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനെ സാധിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം അടുത്തിടെ കോട്ടക്കൽ നടന്ന നമ്മുടെ സ്വാഗതമാണ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പോലും അദ്ദേഹം അത് വന്ന് അനുസ്മരിച്ചത് എന്തിനാണ്? ചിലരൊക്കെ എന്തെങ്കിലും കഞ്ഞി കൊടുക്കാനോ തീഞ്ഞൊലിക്കുന്ന മുറിവുമായി കിടക്കുന്ന വ്യക്തിയെ, അതല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു മയ്യത്തിന്റെ ശരീരത്തിലൂടെ പുഴുവരിച്ചിറങ്ങുമ്പോൾ ആ മയ്യത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് ആ മയ്യത്തിനെ കഫൻ ചെയ്ത് ആ മയ്യത്തിനെ വീട്ടിലെത്തിച്ച് ആ മയ്യത്തിനെ ഖബർസ്ഥാനിയിലെത്തിച്ച് മറവ് ചെയ്തു കൊടുക്കാൻ ഇവിടെ SYSന്റെ പ്രവർത്തകന്മാരേ ഉള്ളൂ എന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് അവരൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ എന്തിനാ പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, ഇനി അതാണ് നമ്മളെ ജോലി. അമ്പിയാക്കന്മാരൊക്കെ ആ സേവനത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഔലിയാക്കൾ ആ സേവനത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ സേവനം ചെയ്യുമ്പോൾ അതിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമെന്നവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ സത്യത്തിൽ ആ സേവനമല്ലേ അവരുടെ ദൗത്യവുമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നിയോഗിച്ചിട്ടില്ല. ആ അനുഗ്രഹത്തിന്റെ നിയോഗമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെങ്കിൽ അർറഹീമൂന യർഹമുഹുർ റഹ്മാനു തബാറക വ തആല ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അല്ലാഹു പറഞ്ഞു, ഭൂലോകത്തുള്ളവർക്ക് മുഴുവൻ നിങ്ങൾ കരുണ ചെയ്യുകയും എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. ആ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ SYSന്റെയും SSFന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും SMA-യുടെയും ഈ സംഘകുടുംബത്തിലെ ഓരോ മെമ്പറും ജനോപകാരപ്രദമായ സേവനങ്ങളിലേക്ക്, സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കാൽവെക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമായ SYS മിഷൻ 2014 എന്ന പേരിൽ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്റെ സജീവരായ പ്രവർത്തകരെ, നമ്മളെല്ലാം അത് ഒറ്റക്കെട്ടായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഈ ദൗത്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ, നമ്മളെ ഗതിമാറ്റാൻ ആര് ശ്രമിച്ചാലും വഴി മാറിപ്പോകരുത് എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഞാൻ എന്നെ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ എങ്കിലും ക്ഷമിച്ചൂടെ? എന്തെങ്കിലും അഭിപ്രായം? ഞാൻ തീരെ ക്ഷമല്ലാത്ത ഒരാളാണ്. നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ, നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേൾക്കുമ്പോൾ തീരെ ക്ഷമയില്ലാത്ത ഒരാളുടെ കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ ഞാൻ പോലും എന്തായിട്ടുണ്ട്? ഞാൻ പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നിർദ്ദേശത്തിനും അവിടെ ഉപദേശത്തിനും വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ പോലും ഒരുപാട് തണുത്തു പോയിട്ടുണ്ട്. തണുക്കുക എന്ന് പറഞ്ഞതിനർത്ഥം മറ്റേ തണുത്തു എന്നല്ല, അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ഇന്ന് ഞാൻ നീച്ചുന്നപ്പോ എനിക്ക് ഇത്രയും പ്രസംഗിക്കാൻ കഴിയുമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഇത്രയും പോയി. അപ്പൊ തണുത്തിട്ടില്ല എന്ന് ഉറപ്പന്നെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പക്ഷേ നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന പ്രതിരോധത്തിന്റെയും തെരുവും വാഗ്വാദങ്ങളുടെയും വഴിയിൽ നിന്ന് മാറി നിന്ന് പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ വേണ്ടി സേവനത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും വഴിത്താരയിലേക്ക് നമ്മളൊക്കെ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾക്ക് ഇതിന്റെ വഴികൾ എളുപ്പമാക്കി തരണേ അല്ലാ. ഇതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഷാഫി ഇമാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് അതല്ലേ പറഞ്ഞത് നമ്മോട്, അല്ലേ? നമ്മുടെ ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾക്ക് വേണമായിരുന്നു പ്രതിരോധം, ശക്തമായ പ്രതിരോധം വേണമായിരുന്നു ഒരു കാലത്ത്. കാരണം അന്ന് നമുക്ക് ശക്തിയില്ല. നമ്മൾ 6 ആളല്ലേ അന്ന് ഇറങ്ങിപ്പോന്നത്, അല്ലേ? 6 ആളല്ല, 11 ആൾ ഇറങ്ങിപ്പോന്നിട്ട് 6 ആളല്ലേ ഉറച്ചു നിന്നത്. 11 ആൾ ഇറങ്ങിപ്പോന്നിട്ട് 6 ആളല്ലേ ഉറച്ചു നിന്നത്. ആ 6 ആളിൽ നിന്നുണ്ടായ ഈ പ്രസ്ഥാനം വളർന്ന് സത്യത്തിൽ EK സുന്നിന്ന് രാജിച്ചിട്ട് AP സുന്നിക്ക് വന്ന ആളുകളെ എണ്ണാണ് ഈ കാണുന്നത് മുഴുവനും. ഞാനും പെട്ടതാണ്. ഞാൻ പണ്ട് EK സുന്നിയായിരുന്നു, സജീവ EK സുന്നി. മനസ്സിലായോ? അതായത് ശംസുലമയുടെ പ്രസംഗം കേട്ടിട്ട് ആവേശം കൊണ്ട ആളായിരുന്നു ഞാൻ.
ഇന്ന് കുന്നുംപുറത്തെ പ്രസംഗം മുതൽ 60-ാം വാർഷികത്തിന്റെ കടപ്പുറത്തെ പ്രസംഗം കേട്ടുകൊണ്ടാണ് നമ്മൾ മുസ്ലിമിന്റെ ആളുകളായിരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ശംസുലുലമ തന്നെ പിന്നീട് റൂട്ട് മാറുന്നത് കണ്ടപ്പോൾ നമ്മൾ സർവ്വസൈന്യാധിപനെ വേറെ തിരഞ്ഞെടുത്തു. അതാണ് ബഹുമാനപ്പെട്ട താജുലുലമ ഉള്ളാൾ തങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുനായ എ പി ഉസ്താദ്, അവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിനർത്ഥം ഈ കേട്ട് നമുക്ക് വലിയ പ്രശ്നമുണ്ട്. മഹാനവറുകൾ അവസാനം അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധത്തിന്റെ പേരിൽ തൗബ ചെയ്തിട്ടുണ്ട്, പശ്ചാത്തപിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കട്ടെ. നാളെ ആഖിറത്തിൽ ബഹുമാനപ്പെട്ട ശംസുലുലമയെയും ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെയും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങളൊക്കെ അള്ളാഹു ഒരുമിച്ച് സ്വർഗ്ഗലോകത്ത് ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ഇതാണ് നമ്മളെ പ്രാർത്ഥന. നമ്മൾ അങ്ങനെയാ കേൾക്കുന്നത്. പക്ഷെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം വിട്ട് കളിക്കാൻ പറ്റില്ല, അത് നമ്മളെ കൊണ്ടാവൂല. അപ്പൊ ആ ആദർശത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നതോടൊപ്പം തന്നെ സാമൂഹികമായ സേവനങ്ങൾക്ക് സമയം കണ്ടെത്തണം. അത് നമ്മൾ നന്നായി പ്രവർത്തിക്കണം. അതാണ് അമ്പിയാക്കളും ഔലിയാക്കളും ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ള ഉദാത്തമായ മാതൃക. ഇന്ന് നമ്മൾ ഉൾക്കൊള്ളണമെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അസൂയക്കാരുടെ കാര്യം, അസൂയക്കാരുടെ കാര്യത്തെ പറ്റി എന്ത് പറയാനാണ്? وَأَظْلَمُ مَنْ فِي الْأَرْضِ مَنْ كَانَ حَاسِدًا لِمَنْ بَاتَ فِي نَعْمَائِهِ يَتَقَلَّبُونَ. وَأَظْلَمُ مَنْ فِي الْأَرْضِ مَنْ كَانَ حَاسِدًا. പള്ളി പൊളിക്കുന്നത് അസൂയ കൊണ്ടാണ്, ആളെ കൊല്ലുന്നത് അസൂയ കൊണ്ടാണ്, വ്യഭിചാരാരോപണം നടത്തുന്നത് അസൂയ കൊണ്ടാണ്, പള്ളി പിടിച്ചടക്കുന്നത് അസൂയ കൊണ്ടാണ്, അല്ലേ? وَأَظْلَمُ مَنْ فِي الْأَرْضِ من كان حاسدا لمن بات في نعمائه يتقلبون. അസൂയ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടിന്ന് അറിയില്ല. ഒരാൾക്ക് ഭ്രാന്തായ എന്താ ചെയ്യാ? ഭ്രാന്തായ പിന്നെ അവൻ വലിയ അക്രമിയായി മാറും, അല്ലേ? ഭ്രാന്തായാൽ അക്രമിയായി മാറും, അവൻ കൊലയാളിയാകും, അവൻ പള്ളിയോ മദ്രസയോ ഒന്നും അറിയാതെ പൊളിക്കുന്നവനാകും. അതാണിപ്പോ സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കണ്ണൂർ എന്താ നടന്നത്? കണ്ണൂർ നടന്നത് ബോംബുണ്ടാക്കി. ആരെ കൊല്ലാൻ? സുന്നി പ്രവർത്തകരെ കൊല്ലാൻ ബോംബുണ്ടാക്കാൻ കൊട്ടേഷൻ കൊടുത്തു. കൊട്ടേഷൻ കൊടുത്ത സംഘം, ആ കൊട്ടേഷൻ ഏറ്റെടുത്ത സംഘം ബോംബുണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ചില ചങ്ങായിമാർക്ക് പെണ്ണിട്ടാൻ പറ്റാതായി. എന്നെ വായനങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ചില ചെറുപ്പക്കാർക്ക് പെണ്ണിട്ടാൻ പറ്റാതായി. അപ്പൊ ബോംബുണ്ടാക്കുന്നതിനിടയിൽ പൊട്ടി. എന്നിട്ട് മാരകമായ പരിക്കുകൾ പറ്റി. നോക്കുമ്പോ 800 രൂപ വെച്ച് കരാറ് കൊടുത്തിരിക്കുകയാണ്. എ പി സുന്നികളെ കൊല്ലാൻ വേണ്ടി ഒരു ബോംബിന് 800 രൂപ, അല്ലേ ഉണ്ടായത്? അങ്ങ് അതുപോലെ ഒരു സ്ഥലത്ത് മദ്രസ പള്ളി പൊളിച്ചു. പള്ളി പക്ഷേ പകലിൽ തന്നെ എല്ലാ RSSകാരെയും സർവ്വ ഭദ്രതകാരെയും അങ്ങനെയുള്ള എല്ലാ കക്ഷികളെയും മറികടന്നുകൊണ്ട് പട്ടാ പകല് വന്നിട്ട് പള്ളി പരസ്യമായി കുത്തി പൊളിക്കാൻ മടി കാണിക്കാത്ത കൗമ്. അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. പള്ളി പൊളിക്കുന്നവനെക്കാളും വലിയ അക്രമി ആരാ ഉള്ളത്? എന്തുകൊണ്ടാ അവൻ അക്രമി ആയത്? എന്താ കാരണം? പള്ളി പൊളിക്കാൻ കാരണം എന്താണ്? അസൂയ. അസൂയ കൊണ്ടാ പള്ളി പൊളിക്കാൻ പോയത്. അസൂയ കൊണ്ട് ആളെ കൊല്ലാൻ പോയത്. മണ്ണാർക്കാട് രണ്ടെണ്ണത്തിനെ കൊന്നു. അസൂയ കൊണ്ടാ കൊല്ലാൻ പോയത്. മനസ്സിലായോ? അപ്പൊ ഈ അസൂയ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും ചെയ്യാൻ തോന്നും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതല്ലേ റസൂല് പറഞ്ഞത്? അസൂയ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബാ. വിറകിനെ തീ തിന്നുന്നത് പോലെ നന്മയെ തിന്നുകളയുന്ന സാധനമാണ് അസൂയ. അതാണ് നമ്മോട് കവി പറഞ്ഞത്, വഅദ്ലമു മൻ ഫിൽ അർളി മൻ കാന ഹസിദാ. ഭൂലോകത്തുള്ള ഏറ്റവും വലിയ അക്രമി ആരാണ്? അസൂയക്കാരനാണ്. എ പി ഉസ്താദ് പൊട്ടപ്പുറത്ത് സംവാദം നടത്തി വിജയിച്ച അന്ന് തുടങ്ങിയതാണ് ഈ കൗമിന്റെ അസൂയ. മനസ്സിലായോ? ആ അസൂയ എങ്ങനെ വന്ന് 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 മൂപ്പ് കയറിയിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നത് പള്ളി പൊളിക്കുന്നിടത്തും ആളെക്കൊല്ലുന്നിടത്തുമാണ്. അങ്ങോട്ട് എത്തിയിരിക്കുന്നു അസൂയ. അസൂയക്കാരാണ് ഏറ്റവും വലിയ അക്രമികൾ. നിങ്ങൾ മനസ്സിലാക്കണം, അസൂയക്കാരാണ് അക്രമികളായി മാറുന്നത്. ഇങ്ങനെ ഈ അസൂയക്കാർ അവരെന്ത് ചെയ്യുന്നു? അവർ അല്ലാഹു തആല ആർക്കെങ്കിലും വല്ല നിഅമത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അസൂയ വെക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ അക്രമമെന്ന് കവി നമ്മൾ ഓർമ്മപ്പെടുത്തിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് അറബിയിൽ പാടിയ കവിയുടേതാണ്. എന്നാൽ മലയാളത്തിൽ പാടിയ കവി പറഞ്ഞെന്താ?
കാന്തപുരമെന്ന മലപ്പുറത്തിന്റെ ഗാന്ധി ജഗത്തിനു ശാന്തി. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് കാലം അവിടുത്തെ തണലും അവിടുത്തെ നേതൃത്വവും നീട്ടിത്തരണേ അല്ലാഹ്. എല്ലാ ക്ഷീണവും എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കാലം ഈ ദീനിന് സേവനം ചെയ്യാൻ അനുഗ്രഹം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഉസ്താദിന് ഒരുപാട് കാലം കാണണം അല്ലാഹ്. ഒരുപാട് കാലം ഞങ്ങൾക്ക് കാണണമല്ല. അത് ഉസ്താദിന്റെ ദീർഘായുസ് ഞങ്ങൾക്ക് വേണമല്ല, ഞങ്ങൾക്കും ദീർഘായുസ് വേണമല്ല. ഉസ്താദ് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ തുടങ്ങുന്ന സ്ഥാപനവും അതിന്റെ ഭാഗമാണ്. സയ്യിദ് അലവി സഖാഫി എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാ. ഞങ്ങളൊക്കെ സഖാഫികൾ അങ്ങനെയാണ്. സഖാഫികൾ ഇതിനാണ് സഖാഫികള്. പിന്നെ ഏതെങ്കിലും ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തെറിച്ചു പോയിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറയുകയാണെങ്കിൽ സനദിൽ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുമാറിപ്പോയാൽ അയാൾക്ക് പിന്നെ സഖാഫി എന്ന് പറയാൻ പാടില്ല. അല്ലേ? അത് എഴുതി കൊടുത്തിട്ടാ സനത് കൊടുക്കണത്. മനസ്സിലായോ? അതായത് കൊടുത്ത ഡോക്ടറേറ്റ് തിരിച്ചു വാങ്ങാറില്ലേ? അല്ലേ? ഉണ്ടോ അല്ലേ? അതേ രീതിയിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്നൊരാൾ വിട്ട് വേറൊരുത്തന്റെ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതോടുകൂടി ഓട്ടോമാറ്റിക്കൽ അവൻ സഖാഫി അല്ലാതായിരിക്കുന്നു. പിന്നെ അവനെ സഖാഫി എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കാലം പ്രസ്ഥാനത്തിന് സേവനം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒരിക്കൽ മർക്കസിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ വഴിമാറിപ്പോകുന്നത് കണ്ടാൽ എനിക്ക് പിഴച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ നേതൃത്വം ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇനിയും നീട്ടിത്തരണേ അല്ലാഹ്. തങ്ങൾ പറഞ്ഞത് എന്താണ്? ഞാൻ വഴി മാറി പോകുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്റെ കൂടെ പോരണമെന്നല്ല, എനിക്ക് പിഴച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉറപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ വേറെ ആരെന്ത് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. അവരുടെ യാതൊരു വാക്കിനും വിലയില്ല. പ്രവർത്തനങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. صدق الله مولانا العظيم وصدق وبلغ رسوله الكريم. وعلى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.